നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഓരോ കാലഘട്ടത്തിലെയും ചെസ് പ്ലെയേഴ്സ് ചെസ്സിനെ സമീപിച്ച രീതിയും അതിൽ വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ചെസ്സിൻ്റെ ആദ്യത്തെ രൂപം ചതുരംഗമാണ്. ചെസ്സ് ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് എത്തിയ കാലം മുതൽ തന്നെ ഓരോ കാലഘട്ടത്തിലെയും മികച്ച പ്ലെയേഴ്സ് പലതരത്തിലുള്ള ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും അത് ചെസ്സിൻ്റെ വളർച്ചയ്ക്ക് സഹായകമാകുകയും ചെയ്തിട്ടുണ്ട്. ആദ്യകാലത്ത് ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയിരുന്നത് ഇറ്റാലിയൻ പ്ലെയേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെ വേണമെങ്കിൽ ഇറ്റാലിയൻ യുഗം എന്ന് വിശേഷിപ്പിക്കാം. ആ കാലത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ഇറ്റാലിയൻ ഓപ്പണിങ്ങും അതിനെ തുടർന്ന് വരുന്ന ട്രാപ്പുകളും ഗാംബിറ്റുകളും ഒക്കെ ആയിരുന്നു. ഈ കാലഘട്ടത്തിൽ പോണുകൾക്കോ സ്ട്രാറ്റജിക്കോ വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്രഞ്ച് ചെസ് പ്ലെയർ ആയിരുന്ന ഫിലിഡോർ പുതിയൊരു ആശയമായിട്ട് വരികയാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം മറ്റു കരുക്കൾ പോലെ തന്നെയോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ പ്രാധാന്യം കൊടുക്കേണ്ട കരുക്കളാണ് പോണുകളെന്നും ശക്തമായ പോൺ സ്ട്രക്ചറുള്ള പ്ലെയറിനായിരിക്കും ഗെയിമിൽ അഡ്വാൻറ്റേജ് കിട്ടുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ആശയം. അദ്ദേഹം 1749 പ്രസിദ്ധീകരിച്ച ദി അനാലിസിസ് ഓഫ് ദി ഗെയിം ഓഫ് ചെസ് എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ വിശദമായിട്ട് അവതരിപ്പിച്ചത്. നമ്മൾ ഈ കമ്പ്യൂട്ടർ യുഗത്തിലും ഫോളോ ചെയ്യുന്ന ഐസൊലേറ്റഡ് പോൺസ്, ഡബിൾഡ് പോൺസ്, ബാക്ക്വേർഡ് പോൺസ് തുടങ്ങിയ എല്ലാവിധ പോൺ സ്ട്രക്ചറുകളെക്കുറിച്ചും അദ്ദേഹം വളരെ വിശദമായിട്ട് തന്നെ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ആശയങ്ങൾക്ക് വളരെ പ്രചാരം കിട്ടിയെങ്കിലും ആ കാലഘട്ടത്തിൽ അത് അധികം നിലനിന്നില്ല. കാരണം ഈ ആശയങ്ങളെ പൂർണ്ണമായും എതിർത്തുകൊണ്ട് മോഡേണിസ്റ്റ് ചെസ് മാസ്റ്റേഴ്സായ പോൺസേനി, ലോലി, റിയോ എന്നീ ചെസ് മാസ്റ്റേഴ്സ് മുന്നോട്ട് വന്നിരുന്നു. ഇവരുടെ അഭിപ്രായത്തിൽ പോൺ സ്ട്രക്ചർ സ്ട്രോങ് ആക്കി പ്ലാൻ ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ പീസുകൾ ഡെവലപ്പ് ചെയ്യുകയും എതിരാളിയുടെ കിങ്ങിനെ ആക്രമിച്ച് കീഴടക്കുന്നതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ എന്നായിരുന്നു ഇവരുടെ അഭിപ്രായം. ഇങ്ങനെ വേഗത്തിൽ അറ്റാക്ക് ചെയ്യുന്നതിനായിട്ട് ഒന്നോ രണ്ടോ പോണുകളല്ല മുഴുവൻ പോണുകളെ നഷ്ടപ്പെടുത്തി കളിച്ചാലും യാതൊരു പ്രശ്നമില്ലെന്നായിരുന്നു ഇവരുടെ നിലപാട്. 1840 ആയപ്പോഴേക്കും ഇംഗ്ലീഷ് ചെസ് മാസ്റ്റർ ആയിരുന്ന ഹൊവാർഡ് സ്റ്റോണ്ടൺ പുതിയൊരു ആശയമായിട്ട് വരെയാണ്. അത് ഏകദേശം ഫെരിഡോറിന്റെ ആശയങ്ങളുമായിട്ട് ബന്ധമുള്ള ആശയം തന്നെയാണ്. എതിരാളിയുടെ കിങ്ങിനെ വേഗത്തിൽ ആക്രമിക്കുകയല്ല ചെയ്യേണ്ടത്, വളരെ വ്യക്തമായ ഒരു അറ്റാക്കിംഗ് പ്ലാൻ തയ്യാറാക്കുകയും അതിനുശേഷം തന്ത്രപരമായി അത് നടപ്പിലാക്കുകയും ചെയ്യുകയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ആശയം. അതുപോലെ തന്നെ പോണുകൾ വെച്ച് സെന്റർ കൺട്രോളിന് ശേഷം അതിന് പിന്നിലായിട്ട് പീസുകൾ ഡെവലപ്പ് ചെയ്യുന്നൊരു ആശയവും അദ്ദേഹം അവതരിപ്പിച്ചു. പോണുകളെ സപ്പോർട്ട് ചെയ്യുന്നതിനും സെൻറ്റർ കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് ബിഷപ്പുകളെ ഉപയോഗിക്കാം എന്ന ആശയവും ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് അദ്ദേഹം തന്നെയായിരുന്നു. ഇതിലൂടെ പ്രധാനപ്പെട്ട സെൻട്രൽ സ്ക്വയറുകളെല്ലാം ബിഷപ്പുകൾ ഉപയോഗിച്ചുകൂടെ കൺട്രോൾ ചെയ്യാൻ കഴിയും എന്നതായിരുന്നു പ്രധാന ഉദ്ദേശം. ഈ ആശയങ്ങൾ അദ്ദേഹം കളിച്ചിരുന്ന സമയത്ത് പലരും ഫോളോ ചെയ്തിരുന്നെങ്കിലും അദ്ദേഹം ചെസ്സിൽ നിന്നും വിരമിച്ചതോടെ ഈ ആശയം പൂർണ്ണമായും അവഗണിക്കപ്പെടുകയായിരുന്നു. കാരണം ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരം കിട്ടിയത് റൊമാൻറ്റിക് ചെസ് എന്ന അറ്റാക്കിംഗ് സ്റ്റൈലിലായിരുന്നു. കൂട്ടത്തിൽ ഏറ്റവും അപകടം നിറഞ്ഞ അറ്റാക്കിംഗ് സ്റ്റൈൽ ഇത് തന്നെയാണെന്ന് പറയേണ്ടി വരും. ഈ സ്റ്റൈലിലെ പ്ലെയേഴ്സ് എല്ലാം സ്ട്രാറ്റജിക്കൽ ടാറ്റിക്സിനായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത്. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം കിങ്സ് ഗാംബിറ്റ് ആയിരുന്നു. ഒരേ സമയം സ്വന്തം കിങ് സൈഡ് വീക്കാക്കിക്കൊണ്ട് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ട് തന്നെ ഇത് ശരിക്കും ഒരു തീക്കളി തന്നെയായിരുന്നു. അഡോൾഫ് ആൻഡേഴ്സൺ, പോൾ മോർഫി, ബ്ലാക്ക് ബേൺ തുടങ്ങിയ ഇതിഹാസ താരങ്ങളെല്ലാം ഈ സ്റ്റൈൽ ഫോളോ ചെയ്യുകയും ഒരുപാട് ഗെയിമുകൾ വിജയിക്കുകയും ചെയ്തിരുന്നു. ഒന്നിനു പുറകെ ഒന്നായി ഓരോ പീസുകളായിട്ട് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് മിന്നൽ വേഗത്തിൽ അറ്റാക്ക് ചെയ്ത് വിജയിക്കുക എന്നത് തന്നെയായിരുന്നു ഈ സ്റ്റൈലിന് ഏറ്റവും കൂടുതൽ പ്രചാരം കിട്ടിയതും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ സ്റ്റൈൽ ഫോളോ ചെയ്തതും. എന്നാൽ 1860 ആയപ്പോഴേക്കും ജർമ്മൻ ചെസ് പ്ലെയർ ആയിരുന്ന ലൂയിസ് പോൾസൺ ഒരു കാര്യം തിരിച്ചറിയാണ്. അതായത് ഈ റൊമാൻറ്റിക് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന പ്ലെയേഴ്സിനെതിരെ മറ്റുള്ളവർ തോക്കുന്നത് ഇവരുടെ അറ്റാക്കിംഗ് സ്റ്റൈൽ കൊണ്ടല്ല, മറിച്ച് ശരിയായ രീതിയിൽ പ്രതിരോധിക്കാൻ എതിരാളികൾക്ക് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ തോൽവി സംഭവിക്കുന്നതെന്നായിരുന്നു അദ്ദേഹം മനസ്സിലാക്കിയത്. ഒന്നാമത്തെ വേൾഡ് ചാമ്പ്യനായ വിൽഹം സ്റ്റെയിനിസ് ആദ്യകാലത്ത് ഈ റൊമാൻറ്റിക് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന പ്ലെയർ തന്നെയായിരുന്നു. എന്നാൽ അദ്ദേഹം പോൾസന്റെ ഈ ആശയം അംഗീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ റൊമാൻറ്റിക് സ്റ്റൈലിൽ മാറ്റങ്ങൾ വരുത്താൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ശക്തമായൊരു പോൺ സ്ട്രക്ചർ ഉണ്ടാക്കുന്നതിലൂടെ നല്ലൊരു പൊസിഷൻ നേടിയെടുക്കുകയും ആ അഡ്വാൻറ്റേജ് ഉപയോഗിച്ച് ഗെയിമുകൾ വിജയിക്കുകയായിരുന്നു സ്റ്റെയിനിസിൻ്റെ പുതിയ രീതി. ഇതേ ആശയം മുൻപും വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ സ്റ്റെയിനിസിൻ്റെ പുതിയ പൊസിഷണൽ ചെസ് എന്ന ആശയത്തിന് അധികം പ്രചാരം കിട്ടിയില്ല. എന്നാൽ 1873 നടന്ന വിയന്ന ടൂർണമെൻറ്റിൽ അഡോൾഫ് ആൻഡേഴ്സൺ ഉൾപ്പെടെയുള്ള റൊമാൻറ്റിക് പ്ലെയേഴ്സിനെ പരാജയപ്പെടുത്തി സ്റ്റെയിനിസ് വിജയിച്ചതോടെ ചെസ്സിലെ റൊമാൻറ്റിക് യുഗം അവസാനിക്കുകയും പൊസിഷണൽ ചെസ് അല്ലെങ്കിൽ ക്ലാസിക്കൽ ചെസ് എന്ന പുതിയ യുഗം ആരംഭിക്കുകയുമായിരുന്നു. അതിനുശേഷം പോണുകൾക്ക് പകരം ബിഷപ്പുകൾ ഉപയോഗിച്ച് സെൻറ്റർ കൺട്രോൾ ചെയ്യുന്ന ഹൈപ്പർ മോഡേൺ ചെസ്സും ചിഗോറിൻ്റെയും ബോത്നിക്കിൻ്റെയും നേതൃത്വത്തിലുള്ള സോവിയറ്റ് ആധിപത്യമായിരുന്നു ചെസ്സിൽ കണ്ടത്. നമ്മൾ ഈ വീഡിയോയിൽ ഓരോ കാലഘട്ടത്തെക്കുറിച്ചും ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്.
എന്നാൽ ഓരോ കാലഘട്ടത്തിലെയും മികച്ച പ്ലേയേഴ്സിനെ കുറിച്ചും അവരുടെ പ്ലേയിങ് സ്റ്റൈലും അവർ കൊണ്ടുവന്ന മാറ്റങ്ങളെക്കുറിച്ചും പറയണമെങ്കിൽ ഒരു കാലഘട്ടം പറയാൻ തന്നെ ഒരുപാട് വീഡിയോസ് വേണ്ടി വരും. ഇങ്ങനെ ഓരോ കാലഘട്ടത്തെക്കുറിച്ചും പ്രത്യേകം വീഡിയോസ് ചെയ്യണമെന്ന് പ്ലാനുണ്ട്. എന്നാൽ നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഇത്തരം വീഡിയോസ് ചെയ്യേണ്ട, ഗെയിമുകൾ മാത്രം കാണിച്ചാൽ മതി എന്ന് ഒരുപാട് കമൻറ്റ് വരാറുണ്ട്. ഈ കാര്യത്തിൽ എല്ലാവരുടെയും അഭിപ്രായം കൂടെ അറിയുന്നതിന് വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ വളരെ വേഗത്തിൽ ചെയ്തത്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ അഭിപ്രായം എങ്ങനെയാണോ അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.